ജബ് വി മെറ്റ്. രചന ശരണ്യ പുന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഗൗരിയുടെ ഫോണിലേക്ക് ജിത്തുവിൻ്റെ മെസ്സേജ് വന്നു. ഡി ഇന്ദ്രേട്ടൻ്റെ മെസ്സേജ്. എന്താണ്? ഡീ കിളി പോയത് ആ ചായക്കടയിൽ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? രണ്ടെണ്ണവും വേഗം ആർട്സ് കോളേജിനടുത്തേക്ക് വാ, ഞാനിവിടെ ഉണ്ട്. ഗൗരി വേഗം ചായയുടെ കാശ് കൊടുത്തിട്ട് നീതുവിനെയും കൂട്ടി ആർട്സ് കോളേജിന് മുന്നിലേക്ക് നടന്നു. ഒന്ന് പതിയെ പോടി, അല്ലെങ്കിൽ അവൾ ഒടുക്കത്തെ സ്ലോ ആണ്. ഇപ്പൊ നോക്കിക്കേ. ജിത്തുവിന്റെ കാർ കണ്ടപ്പോൾ ഗൗരി സിരിയോടെ വീണ്ടും സ്പീഡിൽ നടന്നു. ഗൗരി വരുന്ന കണ്ട് ജിത്തു കാറിൽ നിന്ന് ഇറങ്ങി. ഇതെന്താ ഇവിടെ? കോളേജ് വിടുന്ന ടൈമല്ലേ, പിള്ളേരാരും അവിടെ കാണില്ല, എങ്കിലും സ്റ്റാഫ് കാണുമല്ലോ. എന്താ നീ നോക്കുന്നത്? അത് പിന്നെ അവളൊരു അവിഞ്ഞ ചിരി പാസ്സാക്കി. നോക്കണ്ട, ഏട്ടൻ കാറിലില്ല. ഈ മാസം കുറേ ലീവ് എടുത്തില്ലേ, അതിനിന്ന് രാവിലെ വയറു നിറയെ കിട്ടി. നിങ്ങൾ രണ്ടാൾ വാ, കയറ്. എങ്ങോട്ട് പോവാ? അതറിഞ്ഞാലേ നീ വരുള്ളൂ. കയറിട്ട് മരപ്പെട്ടി. അവൾ അവനെ നോക്കി കണ്ണുപിട്ടി. നോക്കി പേടിപ്പിക്കുന്നോ ഉണ്ടക്കണ്ണി. ജിത്തു കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടും ഗൗരി കയറാതെ നോക്കി നിന്നു. നീ എന്ത് നോക്കി നിൽക്കുക? ഞാൻ ഫ്രണ്ടിൽ കയറണോ ബാക്കിൽ കയറണോ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകണോ അതോ നിന്നെയും കൊണ്ട് പോകണോ? എന്നെയും കൊണ്ട് പോകണം. ഗൗരി വേഗം ഫ്രണ്ട് ഡോർ തുറന്ന് കാറിൽ കയറി. ഫാൻസിയോട് ചേർന്നുള്ള ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തേക്ക് വന്ന അഞ്ജലി രഹനയും ഈ കാഴ്ച കണ്ടു. ഗൗരിയല്ലേ ഇത്? ആണ്. അവർ രണ്ടുപേരും ചായ പിടിക്കാൻ പോകുന്നല്ലേ പറഞ്ഞ്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നീതുവിനെ കണ്ടില്ലല്ലോ. അതാരുടെ കാറാണ്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രഹന, അവരിപ്പോൾ ഫുൾ ടൈം കറക്കാം. ഫോൺ വിളി, ക്ലാസ് കട്ട് ചെയ്യൽ, നമ്മളോട് പറയാതെ പുറത്തു പോകുന്നു, ലേറ്റായിട്ട് വരുന്നു, എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും അവൾ വരട്ടെ, ചോദിക്കാം. നീതു ചിലപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടാവും. രാത്രി മെസ്സേജ് കഴിഞ്ഞ് വരുമ്പോൾ രണ്ടാളോടും കൂടി ഒന്നിച്ച് ചോദിക്കാം. ജിത്തു അവരുമായി പോയത് ഡൊമിനോസിലേക്കായിരുന്നു. കടയുടെ മുന്നിൽ പോലീസ് ജീപ്പിൽ ചാലിക്കുന്ന ആളെ കണ്ടപ്പോൾ നീതുവിന് സന്തോഷമായി. ആഹാ, ഇതാരാ? ഡ്യൂട്ടി ടൈമിൽ ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പാടില്ലെന്ന് അറിയില്ലേ? ഓ അറിയാം മാഡം. പിന്നെന്താ ഇവിടെ? ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യണോ? ഓടി കാന്താരി. വിനോദ് അവളുടെ ചെവിക്ക് പിടിച്ചു. SP ഓഫീസിൽ ഒരു ഫയൽ കൊണ്ട് ഏൽപ്പിക്കണമായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ളവരുവാ. അപ്പോഴതെ ഇവൻ വിളിച്ചത്. പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അവർ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. കറക്കൊന്നും വേണ്ട, ആരെങ്കിലും കണ്ടാൽ പണി കിട്ടുന്ന കാര്യം പറഞ്ഞായിരുന്നു ഇല്ലേ നീതു? യാ ഞാൻ ഓർക്കുന്നു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന്. കണ്ടല്ലോ, ഇതാണ്. ഈ പെമ്പിള്ളേരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാ. ജിത്തു ഗൗരിയെ നോക്കി ചിരിച്ചു. വരുന്ന സൺഡേ ആണ് ആര്യയുടെ മാരേജ്. നീ പോകുന്നില്ല ജിത്തു? പോകണം. ഞാൻ മാത്രമല്ല, ഗൗരി എൻ്റെ കൂടെ ഉണ്ടാവും. അത് പൊളിക്കും. അതെ, ഞാൻ അങ്ങനെ ചുമ്മാ ഒന്നും വരത്തില്ല. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. ഡിമാൻഡ്? മൂന്നുപേരും കാര്യം മനസ്സിലാവാതെ ഗൗരിയെ നോക്കി. കേൾക്കട്ടെ നിന്റെ ഡിമാൻഡ്സ്. എനിക്ക് പുതിയ ചുരിദാർ എടുത്തു തരണം, പിന്നെ കമ്മല്, വള, ചെരുപ്പ്. അയ്യോ, എൻ്റെ അമ്മാവിൻ്റെ മോളുടെ കല്യാണമല്ലേ, ഓടി. എന്താ അമ്മാവിൻ്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് പുതിയ ചുരിദാർ വാങ്ങി തരുള്ളൂ? സ്വന്തം ഭാര്യയ്ക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വയ്യ? താൻ എന്തൊരു ദുഷ്ടനാടോ. പുച്ഛത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് വിനോദിന് ചിരി വന്നു. അവൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ശരിയാ, അവളൊരു ചുരിദാറിൽ ചോദിച്ച് മോശമായിപ്പോയി. നിങ്ങൾ നോക്കിക്കോ, എനിക്ക് എൻ്റെ ബയ്യ മേടിച്ചു തരും അല്ലേ വിനോദേട്ടാ? ഏയ് അത് വേണ്ട. സ്വന്തമായിട്ടൊരു കടയില്ലേ, പോയി ഇഷ്ടമുള്ള നീ എടുത്തോ. ശരിയാണല്ലോ എന്ന അർത്ഥത്തിൽ ഗൗരി ജിത്തുവിനെ നോക്കി. കടയിലേക്ക് വന്നാൽ മതി, പക്ഷെ ഞാനുള്ളപ്പോൾ വരണം, ഓക്കെ? മാളിൽ പോയ ദിവസം ജിത്തുവിനെ പറ്റിച്ച കാര്യം പറഞ്ഞ് ഗൗരിയും വിനോദും ചിരിച്ചു. അന്ന് ജിത്തു അറിയാൻ നീതു എടുത്ത വീഡിയോ അവൾ അവനെ കാണിച്ചു കൊടുത്തു. അയ്യേ, നീ ഇതൊക്കെ എപ്പോൾ എടുത്തു? അതൊക്കെ എടുത്തു. എന്നാലും പാവ ഐസ്ക്രീം എന്ത് പഴിച്ചു? വേണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അവിടെ നിന്നിറങ്ങി ജിത്തുവും ഗൗരിയും അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വീറ്റ്സിലേക്ക് പോയി. അവൻ സുഭദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട മൈസൂർ പാക്ക് മേടിച്ചു, ഒപ്പം ഗൗരിയുടെ ഫേവറേറ്റ് പാൽപ്പേടയും. ഗൗരിയുടെ ആഗ്രഹപ്രകാരം ജിത്തു അവളുമായി കാറിൽ കുറച്ചു നേരം കറങ്ങി. എന്നിട്ട് പതിവ് പോലെ രണ്ടാളെയും തിരികെ ഹോസ്റ്റലിന് മുന്നിൽ കൊണ്ടാക്കിയിട്ട് അവൻ വീട്ടിലേക്ക് പോയി. ജിത്തൂട്ടാ, എന്തിനാ ഗൗരി മോളെ ഹോസ്റ്റലിൽ നിർത്തുന്നത്? അവൾ ഇവിടെ നിന്നാ എന്താ കുഴപ്പം? അപ്പച്ചി എന്തായി പറയുന്നത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ആർക്കും അറിയില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ആര് ചോദിക്കാനാ? ചോദിച്ചാൽ തന്നെ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ് ആണെന്ന് പറയും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം അവളുടെ വീട്ടിലറിയോ? ഇല്ല. ഇന്റേണൽ എക്സാമിനൊക്കെ അവൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഇപ്പോൾ അവൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കട്ടെ. ഇനി കുറച്ച് മാസം കൂടി കഴിഞ്ഞാലേ ഫൈനൽ എക്സാമായി. അത് കഴിഞ്ഞ് ഒന്നുകൂടി അവളുടെ വീട്ടിൽ പോയി സംസാരിക്കണം. അമ്മാവ് വന്നിട്ട് പോകാമെന്ന് വെച്ചിരിക്കുക ഞാൻ. എന്നിട്ടും അവരിപ്പോഴുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണെങ്കിൽ അവൾ ഞാൻ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും. അപ്പച്ചിയുടെ ആഗ്രഹം പോലെ അവൾ ഇവിടെ ഉണ്ടാവും, എൻ്റെ ഭാര്യയായി. അത് മതി മോനെ. പക്ഷെ അതിനിടയ്ക്ക് ആകാശമായിട്ടുള്ള വിവാഹകാര്യം പറഞ്ഞ് അവളുടെ വീട്ടുകാർ വീണ്ടും എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. സുഭദ്ര അവനെ നെറുകിൽ വാത്സല്യപൂർവ്വം തലോടി.
മെസ്സിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അഞ്ജലിയും രഹനയും നീതുവിനെയും ഗൗരിയെയും പിടിച്ചു നിർത്തി. നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളോട്ടാ പോയത്? ഞങ്ങൾ ചുമ്മാതെ കറങ്ങാൻ പോകുന്നത് ഓടി കാറിലാണോ? ഗൗരി നീതുവും പരസ്പരം നോക്കി. നിങ്ങൾ രണ്ടാളും ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. പറയുന്നതും പറയാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇന്നത്തെ കാലം അറിയാലോ, തെറ്റിലൊന്നും പോയി ചാടരുത്. അവർ റൂമിലേക്ക് പോകുന്നത് നോക്കി നീതുവും ഗൗരി അവിടെ നിന്നു. അതെ, നിങ്ങളൊന്ന് നിന്നേ. ഗൗരി, നീ എന്തു പറയാൻ പോവാ? ഗൗരി അഞ്ജലിയുടെയും രഹനയുടെ അടുത്ത് ചെന്നു. ഞങ്ങൾ പോയതേ ഇവളുടെ ലവർ വിനോദേട്ടൻ്റെ ഒപ്പാ. നീതുവിൻ്റെ ലവറോ? അതെ, പുള്ളിക്കാരോട് സീയാണ്. നിൽക്ക്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. വൈകുന്നേരം നീതുവും വിനോദം ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഗൗരി എടുത്തിരുന്നു. അവളത് അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതന്ന് റോഡിൽ വെച്ച് കണ്ട ആ ചേട്ടനല്ലേ? നീതു ആണെന്ന് തലയാട്ടി. ഇവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടി പോയതാ. പിന്നെ നിങ്ങളോട് ഈ കാര്യം പറയാനിരിക്കുമായിരുന്നു. സംഭവം സെറ്റായത് ഇന്നലെയാ. ഗൗരി അവരെയും കൂട്ടി റൂമിലേക്ക് പോയി. ജിത്തു വാങ്ങിക്കൊടുത്ത പേട അവൾ അവർക്കും കൊടുത്തു. ഞങ്ങൾ ഇതും കൊണ്ട് നിങ്ങളെ കാണാൻ വരെ ഇരിക്കുമായിരുന്നു. നീതു അന്തം വിട്ട് ഗൗരിയെ നോക്കി. പേടയുടെ പാക്കറ്റ് പൊട്ടിക്കിട്ടെന്ന് ചോദിച്ചതിന് എൻ്റെ കൈ തല്ലിയൊടിക്കുന്നു പറഞ്ഞവളാ. എന്നിട്ട് ഇപ്പോൾ എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീതു, ഈ ഒരു ചെറിയ പേട മാത്രം പോരാ, ട്രീറ്റ് വേണം. തരാം. ഗൗരിയുടെ വീട്ടിൽ നിന്ന് അമ്മ വീണ്ടും വിളിച്ചു. അവൾ പറഞ്ഞതിനെ ആവർത്തിച്ചിട്ടും വീട്ടുകാർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചിരുന്നു. സ്വന്തം മകളുടെ ഇഷ്ടക്കേട് വകവെക്കാതെ അവൾക്ക് താല്പര്യമില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന അച്ഛനോടും അമ്മയോടും അവൾക്ക് ദേഷ്യം തോന്നി. വീട്ടുകാരുടെ അറിവില്ലാതെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയെന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് താൻ ചെയ്തതിലൊരു തെറ്റില്ലെന്ന് തോന്നി. ഗൗരി മോളെ, അപ്പം ഇനി അടുത്തെന്താ? ആകാശിന് അവൻ്റെ ചേച്ചിക്ക് ഒരുമിച്ചൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ വക. പക്ഷേ ആകാശിന് മാത്രമായി മറ്റൊരു ഗിഫ്റ്റ് ജിത്ത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. എന്താടി, നീ എന്തിനിങ്ങനെ മൈബോസിലെ ദിലീപിനെ പോലെ ബെഡിക്കിടന്ന് തുള്ളുന്നു? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഗൗരിയെ കണ്ട് കാര്യം മനസ്സിലാവാൻ നീതു ചോദിച്ചു. മോളെ നീതു, ദീപു ചേട്ടനെ വിളിച്ച് ഒരു സന്തോഷ വാർത്ത പറയാൻ. എന്താ, നിന്റെ വീട്ടുകാർ ആകാശമുള്ള കല്യാണത്തിന് പിന്മാറിയോ? പോടി, അതല്ല, ആകാശിൻ്റെ ഒരു ആക്സിഡന്റ്. അവൻ്റെ കൈ ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടേക്കുവാ. പിന്നെ തലയിലൊരു കെട്ടുണ്ട്. ആഹാ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇന്നലെ കല്യാണ വീട്ടിൽ വിശേഷം തിരക്കാൻ അച്ഛൻ അവിടേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞതാ. എന്തായാലും നന്നായി. ഒടിഞ്ഞതോ ഒടിഞ്ഞു, അവരൊരു കാല് കൂടി ഒടിഞ്ഞെങ്കിൽ കൊള്ളാം. പാവം, കല്യാണത്തിന് പ്ലാസ്റ്റർ ഇട്ട കൈയായിട്ട് നടക്കണം. ഉച്ചയ്ക്ക് ശേഷം ജിത്തുവിൻ്റെ ക്ലാസ്സാണ്. ഗൗരി വളരെ പ്രതീക്ഷയോടെ അവരെ നോക്കിയിരിക്കുന്നുണ്ട്. നീതു അവളെ കളിയാക്കി. എന്തുവാടി ഇത്, നിന്റെ കണവിനിപ്പോൾ വരും. വരുമെന്ന് എനിക്കും അറിയാം. നീ എപ്പോഴാണ് കടയിൽ പോകുന്നത്? ഇന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോകുന്നു. നല്ല ഒന്നാമതൊരു പർച്ചേസ് നടത്തുന്നു. അല്പം കഴിഞ്ഞ് ജിത്തു ക്ലാസ്സിലേക്ക് വന്നു. അവൾക്ക് നേരെ ചിരി സമ്മാനിച്ച് അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഗൗരി അവനെ നോക്കിയിരിക്കുന്ന കണ്ട് ജിത്തു അവളെ നോക്കി കണ്ണുരുട്ടി. ഗൗരി ആരാ മോള്? അവൻ നോക്കുമ്പോൾ അവൾ ബുക്കിലേക്ക് നോക്കും. അവൻ്റെ നോട്ടം മാറുമ്പോൾ അവൾ വീണ്ടും അവനെ നോക്കിയിരിക്കും. നോട്ട്സ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജിത്തു അവളെ ശ്രദ്ധിച്ചു. എഴുതുന്നതിനിടക്ക് ഗൗരി ചുറ്റും നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ എഴുത്തിലാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ജിത്തുവിനൊരു ഫ്ലൈങ് കിസ് കൊടുത്തു. ആദ്യം അവനത് കളിയായി എടുത്തു. പക്ഷേ വീണ്ടും അവൾ കിസ് കൊടുക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചതും ജിത്തുവിൻ്റെ ഭാവം മാറി. ഗൗരി, സ്റ്റാൻഡപ്പ്. ക്ലാസ് മുഴുവൻ ഗൗരിയെ നോക്കി. നോട്ട് എഴുതുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കണം, അല്ലാതെ. സോറി സർ. ഇനി ക്ലാസിൻ്റെ പുറത്തുനിന്ന് എഴുതിയാൽ മതി. ഗെറ്റ് ഔട്ട്. ജിത്തുവിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഗൗരി പ്രതീക്ഷിച്ചിരുന്നില്ല. നീതു കാര്യമറിയാനായി ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. എന്താ ഗൗരി, എന്തിനാ നിന്നോട് ഇങ്ങനെയൊക്കെ? എന്താണ്? പോകാൻ പറഞ്ഞാൽ വേഗം പോകണം. വെറുതെ എൻ്റെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാതെ. ഗൗരി കണ്ണു നിറച്ച് അവനെ നോക്കി. ജിത്തു അവളെ ശ്രദ്ധിക്കാതെ ബുക്കിൽ നോക്കി നിന്നു. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. നീതു സങ്കടത്തോടെ അവൾ നോക്കിയിരിക്കുന്നുണ്ട്. ജിത്തു നീതുവിനോട് ദേഷ്യപ്പെട്ടു. എന്താ, കൂട്ടുകാരുടെ കൂടെ ഇയാൾക്കും പുറത്തു പോകണോ? നോ സർ. ഗൗരി ക്ലാസ്സിന് പുറത്തുള്ള ബെഞ്ചിൽ പോയിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനിങ്ങനെ പെരുമാറുമെന്ന് അവൾ കരുതിയില്ല. ക്ലാസ്സിലെ പിള്ളേരുടെ നോട്ടവും ഒപ്പം അവൻ്റെ ദേഷ്യം കൂടി ആയപ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം വന്നു. ഗൗരി കണ്ണു തുടച്ചുകൊണ്ട് ചുമരിൽ ചാരിയിരുന്നു. ജിത്തു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അവളെ മൈൻഡ് ചെയ്യാതെ നടന്നുപോയി. കുറച്ചു ദൂരം പോയിട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഗൗരി, കം വിത്ത് മീ. അവൾ അവൻ്റെ പുറകെ നടന്നു. പക്ഷേ ജിത്തു സ്റ്റാഫ് റൂമിലേക്ക് പോകാതെ നേരെ കോളേജിന് സൈഡിൽ ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോയി. അവിടെയൊന്നും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ ഗൗരിയുടെ കൈ പിടിച്ച് അവളുമായി കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങുന്നു. എന്താ നിന്റെ ഉദ്ദേശം? ക്ലാസ്സിൽ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അവന് മുഖം കൊടുക്കാതെ അവൾ ചെടിയിൽ നിന്ന് ഇല പൊട്ടിച്ച് കളിച്ചുകൊണ്ട് നിന്നു. ഡീ, നിന്നോടാ ചോദിച്ച്. സോറി സർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ തിരിഞ്ഞടന്നു. പെട്ടെന്ന് ജിത്തോടെ കൈ പിടിച്ച് പുറകിലേക്ക് വലിച്ചു. ഗൗരി ബാലൻസ് കിട്ടാതെ അവൻ്റെ നെഞ്ചിലിടിച്ച് നിന്നു. പിണങ്ങിപ്പോവാണോ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. വീട്, എനിക്ക് ക്ലാസ്സിൽ പോകണം.
ഗൗരിയെ പോവാൻ അനുവദിക്കാതെ അവൻ അവളെ വയറിലൂടെ വട്ടം പിടിച്ചിരുന്നു. ഗൗരി, നീ എൻ്റെ ഭാര്യയാണ്, പക്ഷെ അത് ഈ കോളേജിന് പുറത്ത്. ഇതിനുള്ളിൽ നീ എൻ്റെ സ്റ്റുഡൻസ്, ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന സാർ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റി ക്ലാസ്സിലേക്ക് നടന്നു. അതെ, ഒന്ന് നിന്നേ, ദാ ഇത് പിടിക്ക്. എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതെൻ്റെ കാർഡ്. എനിക്ക് 2 ATM കാർഡുണ്ട്. ഈ ഒരെണ്ണം നിൻ്റെ കയ്യിലിരിക്കട്ടെ. പിൻ നമ്പർ ഞാനിപ്പോൾ മെസ്സേജ് ചെയ്യാം. എനിക്ക് ആരുടെയും കാർഡൊന്നും വേണ്ട. ജാട കാണിക്കാതെ പിടിക്കടി. അവൻ കാർഡ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഈനാമ്പേച്ചി ദുഷ്ടൻ. അവൾ പിറുപിറുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലെല്ലാവർക്കും സാർ അവളോട് എന്ത് പറഞ്ഞെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. ഓ, അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. എന്താ മതിയോ? സാധാരണ ക്ലാസ്സിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അങ്ങനെയാണല്ലോ ചെയ്യാറ്. അവളുമാരുടെ ഓരോ ചോദ്യങ്ങൾ. ഗൗരി സീറ്റിൽ വന്നിരുന്നു. നീതു അവളോട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാര്യം തിരക്കി. ഗൗരി എല്ലാം നല്ല വിശദമായി പറഞ്ഞു കൊടുത്തു. ആഹാ, ഇതിനായിരുന്നോ? എന്നിട്ട് സ്റ്റാഫ് റൂമിൽ വെച്ച് സാറ് വേറെ എന്തെങ്കിലും ശിക്ഷ തന്നോ? എനിത്തിങ് സ്പെഷ്യൽ? ഉണ്ട. ഒന്നും തന്നില്ലേ മോളെ? അത് ഐറ്റം വേറെയാ. അയൺമാൻ. ഒന്നും തന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു. സോറി, ഒരു കാര്യം തന്നു. ഇതെന്താ കാർഡ്? അപ്പം നിന്റെ കെട്ടിയുടെ സ്നേഹമുണ്ട്. പിന്നെ കാർഡ് തരുന്നല്ലേ? അങ്ങേര് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കട്ടെ. വൈകുന്നേരം ഗൗരി നീതു മംഗളത്തെ ഷോപ്പിംഗ് സെന്ററിൽ പോയി. ഷോപ്പിലേക്ക് കയറും മുമ്പേ നീതു അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ബാഗിൽ വെച്ചു. നിന്റെ ഫ്ലോർ മാനേജർ ചേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ. ഗൗരിമോളെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. എൻ്റെ പപ്പ ഫോൺ പൊക്കി. സിം ഒടിച്ചു കളഞ്ഞിട്ട് ഫോൺ തള്ളി പൊട്ടിച്ചു. ആകെ മൊത്തം സീനായി. എന്നിട്ട് പപ്പയുടെ സെന്റിമെന്റൽ അപ്രോച്ച്. അങ്ങനെ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. പപ്പ പറയുന്നത് മാത്രം അനുസരിക്കുന്ന നല്ല കുട്ടിയായി. ഉവ്വ, എന്നാൽ ആ പൊട്ടനെ ഇത് വിശ്വസിച്ചല്ലോ. അവരകത്ത് കയറിയപ്പോൾ തന്നെ ഫിറോസിനെ കണ്ടു. നീതു, ഇക്ക, എനിക്കറിയാം എന്നോട് ദേഷ്യമായിരിക്കും. പക്ഷെ പപ്പ, ഞാൻ ഇക്കാൻ്റെ ഒപ്പം ഇറങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് BP കൂടി. ഒരറ്റാക്ക് കഴിഞ്ഞ ആളാ ഞാൻ. കാരണം വീണ്ടും ഇക്ക എന്നോട് ക്ഷമിക്കണം. ഏയ്, എനിക്കറിയാം, സാരമില്ല. ഞാനിവിടുന്ന് പോവാം. ഗൾഫിലൊരു ജോലി ശരിയായി. അത് പറയാൻ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ കയ്യിലിപ്പോൾ ഫോണില്ല. പപ്പ തള്ളി പൊട്ടിച്ചു. നീതു സങ്കടം അഭിനയിച്ച് തിരിഞ്ഞടന്നു. പാവം ഫിറോസ് എന്തോ കളഞ്ഞ ആരെയെ പോലെ അവളെ നോക്കി നിന്നു. കറക്റ്റ് ടൈമിൽ തന്നെ റേഡിയോയിൽ റോൾ മോഡൽസിലെ പാട്ട് കേൾക്കാൻ തുടങ്ങി. എന്തൊരു ടൈമിങ്! റെഡ് എഫ്എംകാർക്ക് വരെ കാര്യം മനസ്സിലായി. എന്നിട്ടും ആ പൊട്ടന് മനസ്സിലായില്ലല്ലോ. ഗൗരി നീതുവും ചിരിയോടെ ലിഫ്റ്റിൽ കയറി. മെസ്സേജ് ടോൺ കേട്ട് ജിത്തു ഫോൺ കയ്യിലെടുത്തു. ഗൗരി അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തവന് മനസ്സിലായി. അവൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ CCTV വിഷ്വൽസ് നോക്കി. ഇവളെന്താ ഇങ്ങോട്ട് വരാതെ തിരിച്ചു പോകുന്നു? എന്തുപറ്റി? അവൻ ഗൗരിയെ വിളിച്ചു നോക്കി. പക്ഷെ അവൾ ഫോൺ കട്ട് ചെയ്തു. അവൻ നീതുവിൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ഗൗരിയുടെ പിണക്കം മാറിയില്ലേ? സാരമില്ല, വഴിയുണ്ട്. ഗൗരി, തന്നെ വാർഡൻ വിളിക്കുന്നു. വാർഡൻ? എന്തിനാ എന്നെ? ഗൗരി നീതുവിനെ നോക്കി. നീതുസേ, നമ്മളിപ്പോൾ പണിയൊന്നും ഒപ്പിച്ചില്ലല്ലോ. എന്തായാലും വാ, താഴെ പോയി നോക്കാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.